ബോറോവ്ഡ് ക്യാപിറ്റലിൽ നമ്മൾ ഡിബഞ്ചർ നോക്കി. ഇനി പബ്ലിക് ഡെപ്പോസിറ്റ്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോക്കാനുള്ളത്. എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റ്? ദ ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ പബ്ലിക് വിത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ പബ്ലിക് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് സെക്യൂർഡ് ലോൺ. അത് സെക്യൂർഡ് ലോൺസ് ഒന്നും ആയിരിക്കത്തില്ല. ഈ ഡെപ്പോസിറ്റേഴ്സിനെ ഓർഡിനറി ക്രെഡിറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കമ്പനീസിന് ഓവർ ഡ്രാഫ്റ്റ്, ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽസ് ഇതൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്തത് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ കുറിച്ചാണ് പറയുന്നത്. IFCI, IDBI, ICICI, SFC, UTI തുടങ്ങിയവ. ഇവയെ ഡെവലപ്മെൻറ്റൽ ബാങ്ക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവർ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലോങ് ടേം ആയിട്ട് മീഡിയം ടേം ആയിട്ടൊക്കെ നൽകുന്നുണ്ട്. ഇനി ഇവ രൂപീകരിക്കപ്പെട്ട സെറ്റപ്പ് ചെയ്ത വർഷങ്ങളാണ് പറയുന്നത്. IFCI 1948 ജൂലൈ 1 സെറ്റപ്പ് ചെയ്തത്. ജൂലൈ 1, 1948 IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. അടുത്തത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI. അത് സെറ്റപ്പ് ചെയ്തത് ജൂലൈ 1964. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ഒരു സബ്സിഡിയറിയാണ് IDBI. ICICI ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് സെറ്റപ്പ് ചെയ്തത് 5 ജനുവരി 1955. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് SFCs അത് സെറ്റപ്പ് ചെയ്തത് 1951. UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അത് സെറ്റപ്പ് ചെയ്തത് 1 ഫെബ്രുവരി 1964. UTI ആക്ട് വരുന്നത് 1963. UTI സെറ്റപ്പ് ചെയ്യുന്നത് 1 ഫെബ്രുവരി 1964. അടുത്തത് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇൻറ്റേർണൽ സോഴ്സിൽ വരുന്നത് പ്രോഫിറ്റ്സ്, സർപ്ലസ്, റീറ്റെയിൻഡ് ഏർണിങ്സ് തുടങ്ങിയവയാണ്. ഒരു കമ്പനി ഫണ്ട് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻറ്റേർണൽ സോഴ്സ് എന്നറിയപ്പെടുന്നത് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാകും, സർപ്ലസ് ഉണ്ടാകും, റീറ്റെയിൻഡ് ഏർണിങ്സും ഉണ്ടാകാം. അടുത്തത് എക്സ്റ്റേണൽ സോഴ്സിൽ ഉൾപ്പെടുന്നവയാണ് ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഷെയർസ് തുടങ്ങിയവ. ഈ ഫണ്ട്സ് യൂസ് ചെയ്യുന്ന പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ആണ് നടത്തുന്നത്. അതായത് അസറ്റിന് മുകളിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ നടത്തുന്നത്. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടൈം ഫണ്ട്സിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്നും മീഡിയം ടൈം ക്യാപിറ്റൽ എന്നും ലോങ് ടൈം ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ വരുന്നത് ലെസ് ദാൻ 1 ഇയറിലേക്കാണ്. മീഡിയം ടൈം ക്യാപിറ്റൽ 1 to 5 ഇയേഴ്സിലേക്കാണ്. ലോങ് ടൈം ക്യാപിറ്റൽ മോർ ദാൻ 5 ഇയേഴ്സിലേക്കാണ് വരുന്നത്.